എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വ്ലോഗിലേക്ക് സ്വാഗതം. നമസ്കാരം. സ്വാഗതം. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ വീക്കെൻഡിൽ നമ്മൾ യൂഷ്വലി സൺഡേസ് ഈവനിങ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് ഫുഡ് പ്ലാന്. അപ്പം ഇന്നും നമ്മുടെ ഫുഡ് പ്ലാനിങ് വീഡിയോ ആണ് ചെയ്തത്. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ചെയ്തത് ഒട്ടും പ്രതീക്ഷിക്കാതെ ഇത്രയും റെസ്പോൺസ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതല്ല. യൂഷ്വലി ഞങ്ങൾ എല്ലാ വീക്കെൻഡും ചെയ്യുന്ന ഒരു കാര്യം അതെ വെറുതെ എടുത്തതാണ്. പക്ഷെ അത് ഒരുപാട് നമുക്ക് എന്താ പറയുക, ഒരുപാട് പേര് അത് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. നമുക്ക് ഒരുപാട് കമന്റ്സ് വന്നു, മെസ്സേജസ് വന്നു, അവർക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞതിൽ ഒത്തിരി സന്തോഷം കേട്ടോ. അപ്പൊ അത് ഫോളോ ചെയ്യുന്ന കുറെ പേരുണ്ട്. കാണിക്കണം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഒക്കെ ഉണ്ട്. അതെ, ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഫ്രിഡ്ജിൽ പോയി നോക്കിയപ്പോൾ ഒരുപാട് സാധനങ്ങൾ ആവശ്യമില്ലാണ്ടിരിക്കുന്നു എന്നുള്ളതും പിന്നെ നമ്മൾ അത് സെലക്ട് ചെയ്ത് വാങ്ങിക്കാൻ തുടങ്ങിയെന്നും അത് ബെനിഫിഷ്യൽ പറഞ്ഞപ്പോൾ അതൊക്കെ നിർത്തി എന്നുള്ള കമന്റ്സ് ഒക്കെ വന്നല്ലേ വിയ. അപ്പൊ അതുകൊണ്ട് അത് ഒരുപാട് പേർക്ക് സഹായമായെങ്കിൽ വൈ നോട്ട് നമുക്ക് ഈ ആഴ്ച ഇത് ചെയ്തുകൂടാ. അങ്ങനെയാണ് നമ്മൾ ഈ ആഴ്ചയും ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പം ഇത് യൂഷ്വലി അതിൽ കുറെ പേര് ചോദിച്ചൊരു കാര്യം ഡിന്നർ എന്താ ഉൾപ്പെടുത്താഞ്ഞെന്നുള്ളതാണ്. അപ്പം ഡിന്നർ നിങ്ങൾ കഴിക്കില്ലെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കഴിക്കും കേട്ടോ, നമ്മൾ കഴിക്കുന്നുണ്ട്. പക്ഷെ എനിക്കെന്ന് വെച്ചാൽ ഞാൻ ഈ വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ എത്തുമ്പോഴത്തേക്കും ഒരുപാട് ലേറ്റ് ആവും, 7:30 ആവും. അപ്പം അതും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എത്ര മണിക്കാണ് വീട് എത്തുക. ഒരുപാട് 3 പേരും 3 ടൈമാണ് കഴിക്കുന്നത്. ഞാനൊരു 6 മണിയൊക്കെ ആകുമ്പോഴേക്കും ഡിന്നർ കഴിക്കും. പിയ ആണെങ്കിൽ 7-7:30 ആകുമ്പോഴേക്ക് അവിടെ അമ്മ വരുന്ന ആ ടൈമിലാണ് അമ്മമ്മക്ക് ഫുഡ് തരുന്നത്. അതായത് ഒരു 7:30 മുന്നേ ഒരു 7-7:15 ഒക്കെ ആകുമ്പോഴത്തേക്കും പിയുടെ ഡിന്നർ കഴിയും. അപ്പൊ പിന്നെ എനിക്കുള്ള ഡിന്നർ അമ്മയായിരിക്കും തന്നുവിടുക. അപ്പൊ പിയെ വിളിക്കാൻ പോകുമ്പോൾ അതെ ഏട്ടൻ വിളിക്കാൻ പോകുമ്പോഴത്തേക്കും എന്റെ ഫുഡും കൂടി എടുത്തിട്ട് വരും. അതാണ് സംഭവം. അപ്പൊ ഒരു 8:15-8:30 ആകുമ്പോഴത്തേക്കായിരിക്കും ഞാൻ വന്നൊന്ന് ഫ്രഷ് ആയിട്ടൊക്കെ ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് ആ സമയമാവും. അപ്പൊ അതുകൊണ്ടാണ് ഡിന്നർ ഉൾപ്പെടുത്താത്തത്. പിന്നെ വീക്കെൻഡ്സിലും അതേപോലെ ഹോളിഡേയ്സോ അല്ലെങ്കിൽ ലീവ് ആയിട്ടുള്ള ദിവസങ്ങൾ അങ്ങനെയുള്ള ദിവസങ്ങളാണ് ഞാൻ ഡിന്നർ പ്രിപ്പയർ ചെയ്യുന്നത്. ബാക്കി ദിവസങ്ങൾ അമ്മയാണ് തരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അത് ഉൾപ്പെടുത്താഞ്ഞത്. കാരണം നമ്മൾ ചെയ്യുന്നില്ലല്ലോ. പക്ഷെ ഈ വീക്കെൻഡില് ഈ വീക്കിലെ പ്ലാനിൽ നമ്മളത് ഉണ്ടാകണം. അതെ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട്. അപ്പൊ നമുക്കത് ചെയ്യാം കേട്ടോ. എല്ലാം ഉണ്ട്. അതായത് പിടിച്ചോ അങ്ങോട്ട് പ്ലാനർ അല്ലേ. അപ്പൊ നമുക്ക് പ്ലാനിങ് തുടങ്ങാം. ഇനി സമയം വലിച്ചു നീട്ടുന്നില്ല. കാരണം ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇനി പ്ലാൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സമയം നമ്മൾ കളയാൻ മോശമല്ലേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് തുടങ്ങാം. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഫോർ മൺഡേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് എന്ത് ചെയ്യാം. അതായത് ഞാൻ ഇന്നിപ്പം സൺഡേ ആണ്, ഞാൻ മാവൊന്നും അരച്ച് വെച്ചിട്ടില്ല. അപ്പം എന്റെ മനസ്സിൽ തോന്നുന്നത് നമുക്ക് പുട്ടും കടല ആയാലോ. സ്വാഭാവികമായിട്ടും അതായിരിക്കുമല്ലേ വർക്കാവും അല്ലേ പിയ. മാവ് അരച്ച് വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ പുട്ടും കടലല്ലേ പറ്റുള്ളൂ. പിയക്ക് പുട്ടും കടല ഇഷ്ടമല്ലേ? പക്ഷെ വെള്ളക്കടലല്ല പിയക്ക് ഇഷ്ടം. കറുപ്പ് കടല വേണ്ട. ഓക്കെ, അപ്പൊ അതുകൊണ്ട് കറുത്ത കടല വെച്ചിട്ടുള്ള കടലക്കറിയും സിമ്പിൾ കടലക്കറി ആൻഡ് പുട്ടാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. എഴുതുവാണേ. അപ്പൊ പുട്ട് കടലക്കറി. ഓക്കെ, ഇനി ലഞ്ചിന് നമുക്ക് റൈസ്, ചോറും സാമ്പാറല്ല. എനിക്ക് മനസ്സിലിപ്പോൾ ഉള്ളത് നമ്മുടെ നമ്മുടെ ഇവിടെ എന്തൊക്കെയാ ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഫ്രിഡ്ജിന്റെ അകത്ത് ബീൻസും ക്യാരറ്റും ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ബീൻസും ക്യാരറ്റും കൂടെ ഉള്ളൊരു തോരനാക്കാം. പിന്നെ നമുക്കൊരു പുളിശ്ശേരി ആക്കിയാലോ. പുളിശ്ശേരി വേണോ രസം വേണോ? നാളെ രസം മതിയോ? അപ്പൊ ഓക്കെ, അപ്പൊ നാളെ നമുക്ക് ഒരു പരിപ്പ് രസവും ഒരു പറപ്പല്ല പരിപ്പ് രസം. വളരെ കുറച്ച്, ഒരുപാട് പരിപ്പിടില്ല, ഒരു കുറച്ച് പരിപ്പിട്ടില്ല. നാളെ എന്താണ് പുളിശ്ശേരി? എന്നാ ശരി, ടൊമാറ്റോ പുളിശ്ശേരി. ഓക്കെ, എന്താ ഹാപ്പി അല്ലേ? പറ. അപ്പൊ നമുക്ക് റൈസും ബീൻസ് ക്യാരറ്റ് തോരനും ക്യാരറ്റ് തോരൻ, പിന്നെ ടൊമാറ്റോ പുളിശ്ശേരി. ബീൻസ് ക്യാരറ്റ് തോരൻ നീ സ്കൂളിൽ കൊണ്ടുപോയി കഴിക്കുമോ? നാളെ പീക്ക് സ്കൂളിൽ പോകണ്ട. ട്വിസ്റ്റ് ആണ്. നാളെ രക്ഷാബന്ധനായിട്ട് പീക്ക് നാളെ പോകണ്ട, എനിക്ക് പോകണം. അപ്പൊ കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഫിഷ് ഫ്രൈയും കൂടി ആക്കാം. ഫിഷ് ഇരിപ്പുണ്ട്. പിയ പിന്നെ ഫിഷ് കഴിക്കില്ല, പക്ഷെ കുഞ്ഞ് പ്രോൺസ് കഴിക്കും. പ്രോൺസ് ഇഷ്ടമാണല്ലോ. അപ്പൊ പ്രോൺസ് ഫ്രൈ. ഓക്കെ, ഞാൻ കഴിക്കുന്ന ആകെയുള്ള മീറ്റ് ചിക്കനും പ്രോൺസും. അതെ. അപ്പൊ ഫിഷ് ഫ്രൈയും ഉണ്ട്. അപ്പൊ നമ്മുടെ ലഞ്ച് റൈസ്, ബീൻസ് ക്യാരറ്റ് തോരൻ, ടൊമാറ്റോ പുളിശ്ശേരി, ഫിഷ് ഫ്രൈ. ഓക്കെ, സെറ്റ്, ഹാപ്പി. ഇനി നമുക്ക് ഡിന്നറോ?
ഡിന്നർ നമ്മൾ ബുദ്ധിപരമായിട്ട് വേണം ചെയ്യാൻ. കാരണം രാത്രി വന്നിട്ട് നമുക്ക് പിന്നെ കൂടുതൽ കുക്കിംഗ്, ഇപ്പൊ കാണുന്നവരിൽ കുറെ പേരൊക്കെ വർക്കിംഗ് ആയിരിക്കും, ചിലർ ഹൗസ് വൈഫ് ആണെങ്കിൽ പോലും നമ്മൾ ഈ രാവിലെ തൊട്ട് രാത്രി വരെ അടുക്കളയിൽ കിടന്ന് പണിയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് സ്മാർട്ടായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പണി കുറയും. അപ്പൊ രാവിലെ ഇന്ന് കടലക്കറി വെച്ചിട്ട് നാളെ കടലക്കറി വെക്കുമല്ലോ, അതെ, കടലാക്രമണം അവിടെ ഇരിക്കുന്ന സ്ഥിതിക്ക് നമ്മൾ ഇനി വേറെ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ രാത്രി കടലയും ദോശയും. കടലയും ദോശ, വെരി ഗുഡ്, മിടുക്കിയാണ് കേട്ടോ. അപ്പൊ നമ്മൾ മാവ് അരച്ച് വെച്ചിട്ടില്ല, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഗോതമ്പ് ദോശ, ഹെൽത്തി. ഓക്കെ, അപ്പം നമുക്ക് എന്താണ്, ഗോതമ്പ് ദോശയും കടലക്കറിയും. അതെ, വീറ്റ് ദോശ, കടലക്കറി. യെസ്, വെരി ഗുഡ് കറി. അതെ, അപ്പൊ നമുക്കത് ചെയ്യാം. അപ്പൊ ഇങ്ങനെ എക്സ്ട്രാ നമുക്ക് എന്തെങ്കിലും കറിയൊക്കെ രാവിലത്തെ ബാക്കി ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ അമ്മയോട് പറയാം, ഇനി വേറെ ബുദ്ധിമുട്ടി ഉണ്ടാക്കണ്ട, ഒരു ദോശ ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പൊ അതിന്റെ കാര്യങ്ങളുള്ള ഇപ്പം എൻ്റെ കാര്യം നോക്കണ്ട, പിയുടെ കാര്യം മാത്രം അമ്മയ്ക്ക് അപ്പോൾ സെറ്റ് ചെയ്താൽ മതി. അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അപ്പോൾ നാളെ നമുക്ക് വീറ്റ് ദോശയും കടലക്കറിയാണ് രാത്രി. അപ്പോൾ ഫൈനലി മൺഡേയിലെ കാര്യങ്ങൾ സെറ്റാണ്. മൺഡേ രാവിലെ പുട്ടും കടലയും, ലഞ്ചിന് റൈസ്, ബീൻസ്, ക്യാരറ്റ് തോരൻ, ടൊമാറ്റോ പുളിശ്ശേരി, ഫിഷ് ഫ്രൈ, പിന്നെ ഡിന്നറിന് വീറ്റ് ദോശ, കടലക്കറി. ഫൈൻ, സെറ്റ്. എല്ലാവരും ഹാപ്പിയാണേ? ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് ട്യൂസ്ഡേയുടെ കാര്യം നോക്കാം. ട്യൂസ്ഡേ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് പിയക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇടിയപ്പം. ഇടിയപ്പം എന്ത് വേണം? ഇടിയപ്പവും സ്റ്റൂ. ആ, ഓക്കെ, വെജിറ്റബിൾ ഒക്കെ ഇട്ടിട്ടുള്ള നമുക്ക് നല്ലൊരു സ്റ്റൂ ഉണ്ടാക്കാം. അപ്പം എനിക്ക് പണ്ട് ഇടിയപ്പം ഇഷ്ടമല്ലായിരുന്നു, അത്ര ഇഷ്ടമല്ലായിരുന്നു. ഇഷ്ടമായിരുന്നു, കിട്ടിയാലേ അതേ കഴിക്കുള്ളൂ. അങ്ങനെയില്ല, കിട്ടിയില്ലെങ്കിൽ അല്ല, എനിക്ക് എന്തെങ്കിലും എനിക്ക് വേറെ എന്തെങ്കിലും വേണം, അതെനിക്കൊരു പ്രശ്നമായിരുന്നു. പിന്നെ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കണം. ഒരു ദിവസം എനിക്ക് ഇടിയപ്പവും ചിക്കൻ കറിയും തന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് അങ്ങനെയാണ് എനിക്ക് ഇടിയപ്പം ഇഷ്ടം. ഇടിയപ്പവും ചിക്കൻ കറി ആണോ നല്ലത്, ഇടിയപ്പവും സ്റ്റൂ ആണോ നല്ലത്, ഇടിയപ്പവും ചട്നി ആണോ നല്ലത്? ചട്നിനോ? അത് ഒരു ട്വിസ്റ്റ് ആണ്. നമ്മുടെ കൊല്ലം, തിരുവനന്തപുരം അങ്ങോട്ടൊന്നും എനിക്ക് അറിയില്ല. ഞാനിതുവരെ, എനിക്ക് ആദ്യമായിട്ട് ഞാനത് കേട്ടപ്പം ഭയങ്കര ഞെട്ടലോട് കൂടിയാണ് ഞാനത് കേട്ടത്. അതായത് ഇടിയപ്പത്തിന്റെ കൂടെ ചട്നി. ഇവരുടെ പാലക്കാട്, തൃശ്ശൂരും ഉണ്ടെന്ന് തോന്നുന്നു, അതല്ലേ? ഇവിടെയൊക്കെ ഉണ്ട്. അതായത് ഇടിയപ്പത്തിന്റെ കൂടെ ചട്നി കൊടുക്കും. പക്ഷെ നമ്മുടെ ഒക്കെ അങ്ങോട്ടാണെങ്കിൽ ഇടിയപ്പം കടലക്കറി, ഇടിയപ്പം മുട്ടക്കറി, ഇങ്ങനത്തെ നമുക്ക് നല്ല റിച്ച് കറികളൊക്കെയാണ് നമ്മൾ എൻ്റെ കൂടെ കഴിക്കുക. അപ്പൊ പിന്നെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ അത് ടേസ്റ്റ് നല്ലതാണ്. അതേപോലെ അപ്പത്തിന്റെ കൂടെ ചമ്മന്തി ഒക്കെ കഴിക്കുന്നവരുണ്ട്, അങ്ങോട്ടും ഉണ്ട്. നിങ്ങളുടെ അവിടെ ഉണ്ട് അത്, അപ്പത്തിന്റെ കൂടെ ചമ്മന്തി, ചട്നി, വെള്ള ചട്നിയൊക്കെ ഉണ്ട്, ഉള്ളതുണ്ട്. അതെ അതെ, ആ ചമ്മന്തി. അപ്പൊ അതെ, നമുക്കൊരു കാര്യം ചെയ്യാം, ഇടിയപ്പവും സ്റ്റൂവും കൂടി ആക്കാം. ഓക്കെ, ഇനി ലഞ്ചിന് നമുക്ക് ചോറ്, ഓക്കെ, റൈസ്, പിന്നെ നമുക്ക് എന്ത് പയറ് തോരൻ ആക്കിയാലോ? പയറ് തോരൻ, അതെ, പയർ തോരൻ, പയറ് തോരൻ. പിന്നെന്താ വേണം പിയ? ട്യൂസ്ഡേ എന്ന് പറയുന്നത് അവധിയുള്ള ദിവസമല്ലേ? ട്യൂസ്ഡേ നമുക്കൊരു അവധി വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. നമുക്കൊരു റൈസും പയറ് തോരനും പിന്നെ ഒരു മുട്ട പൊരിച്ചതും മതി. പക്ഷെ മുട്ട പൊരിച്ചത് എന്റെ കുഞ്ഞിപ്പാരും കഴിക്കൂല അല്ലേ? അപ്പൊ കുഞ്ഞിനെന്താ വേണ്ടേ? ഫിഷ് ഫ്രൈ ചെയ്ത് ചിക്കൻ ഇരിപ്പുണ്ട്. അപ്പൊ നമുക്ക് ഒരു പീസ് ചിക്കൻ ഫ്രൈ ചെയ്ത് തരാം. ഓക്കെ, അപ്പൊ റൈസും പയറ് തോരനും ചിക്കനും പിന്നെ നമുക്ക് രസം. പിന്നെ എനിക്ക് വേറൊരു കാര്യം, അങ്ങനെ കഴിക്കാൻ അല്ല, എനിക്ക് ഇഷ്ടമാണ് ആ സംഭവം കഴിക്കാൻ, പക്ഷെ അത് വലിയതായിട്ടുണ്ടെങ്കിൽ എനിക്കത് കഴിക്കാൻ പറ്റില്ല. അതെ, ചിക്കൻ ചെറിയ പീസ്, അതായത് പ്രത്യേക രീതിയിലുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. വലിയ പീസ് ഒന്നും കഴിക്കില്ല. അപ്പം അത് സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഫോർ പിയ. അപ്പൊ റൈസ്, പയർ തോരൻ, മുട്ട പൊരിച്ചത്, രസം. നമുക്ക് പിയക്ക് എക്സ്ട്രാ ചിക്കൻ ഫ്രൈ. നമ്മള് പയറ് തോരൻ ഉണ്ടാക്കിയല്ലോ, അപ്പൊ നമ്മള് ബുദ്ധിക്ക് കളിക്കണം. അന്ന് രാത്രി പയർ അച്ചാർ. ഓക്കെ, ചമ്മന്തിയോ? കഞ്ചി ആൻഡ് പയർ. ഓക്കെ, ഇനി അപ്പൊ ട്യൂസ്ഡേയില് നമ്മുടെ ഇടിയപ്പം സ്റ്റൂ ആണ് രാവിലെ. പിന്നെ ഉച്ചയ്ക്ക് ചോറ്, പയറ് തോരൻ, മുട്ട പൊരിച്ചത്, രസം, പിന്നെ പിയക്ക് സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ. അപ്പൊ കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഒക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു സ്പെഷ്യലും കൂടെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ ഡിന്നർ നമുക്ക് കഞ്ഞിയും പയറും. ഓക്കെ, അപ്പൊ പയറ് തോരൻ വെറുതെ ആവില്ല. ബാക്കിയുള്ള രാവിലെ തന്നെ നമ്മൾ ചോറ് കുറച്ച് കൂടുതൽ വെക്കുകയാണെങ്കിൽ അത് തന്നെ വെള്ളം കൂടി ഒഴിച്ച് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് രാത്രി കഞ്ഞിയായി. പിന്നെ രാവിലത്തെ പയറ് തോരൻ വൈകിട്ട് എടുക്കാനാണ് ഉദ്ദേശമെങ്കിൽ അതിൽ തേങ്ങ ഇടരുത്. തേങ്ങ വിരോധിയാണ് ചേട്ടനോട് അങ്ങനെ പറയുന്നത്. പക്ഷെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം, സൂക്ഷി. അതൊക്കെ എല്ലാവർക്കും അറിയാലോ. എന്നാലും നമ്മള് ഞാൻ പറഞ്ഞതാ. ചേട്ടന് ഈ പയർ, ഈ എന്താ
ഉലർത്തിയെടുക്കുന്നതൊക്കെ ഇഷ്ടം. പയർ ചെറിയ പുഴുക്ക് എന്ന് പറയും. പുഴുക്ക് പോലത്തെ ഇതൊക്കെയാണ് ഇഷ്ടം. പുഴുക്ക്. ശരി, പുഴുക്ക്. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് മൺഡേ ട്യൂസ്ഡേ കഴിഞ്ഞ് ഇനി വെനസ്ഡേ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ എന്ത് ഞാൻ ചെയ്യും? പറയട്ടെ, എനിക്ക് വേണം ഒരു സാധനം. കമോൺ. ഇല്ല, മോള് പറഞ്ഞോ. എന്താ വേണ്ടേ പറ. എനിക്ക് അപ്പം മതി. അപ്പം മതിയോ? അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും മുട്ടക്കറിയും. ഒരു കണ്ടീഷൻ ഉണ്ട്. എനിക്ക് അപ്പം ഉണ്ടെങ്കിൽ ദോശ പോലെ ആക്കി ഓക്കെ. അപ്പവും മുട്ടക്കറിയും. മുട്ടക്കറി. Okay. You will not have that mota, Yes. but you will have the curry. Before that, you have to separate some mutta curry. Some curry for you. അപ്പൊ Curry, നമുക്ക് കറി മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ മുട്ട ഇടുന്നതിന് മുന്നേ കറി മാറ്റി വെച്ചാൽ പിയുടെ കറി റെഡി. അപ്പം മുട്ടക്കറി. ഓക്കെ Yes. ഫൈൻ. Yeah. ഇനി ലഞ്ചിനോ? ലഞ്ചിന് നമുക്ക് റൈസ്. നമുക്ക് വെനസ്ഡേ ആണ്. അപ്പൊ ഉച്ചയ്ക്ക് പിയക്ക് ലഞ്ചിന് നമുക്ക് ചപ്പാത്തി ആക്കിയാലോ? ചപ്പാത്തി കറി എന്ത് വേണം? നമ്മള് ചപ്പാത്തി ദാല് കറി ആക്കാം കേട്ടാ. ചപ്പാത്തി അത് ഗ്രീൻ പീസ് വേണോ? ഏത് വേണം? ഞാനില്ല, ചപ്പാത്തിയും ഗ്രീൻ പീസും ചപ്പാത്തിയും കറിയും കൂടി സ്കൂളിൽ കൊണ്ടുപോകില്ല. കാരണം അതെന്തായാലും ബാഗിൽ ലീക്കാവുന്ന എനിക്കറിയാം. ലീക്കൊന്നും ആവില്ല, പക്ഷെ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ബാഗിൽ ലീക്കാവുന്ന ഒരു പേടിയും ഉണ്ട്. അതുകൊണ്ട് ഞാൻ ജാം തേച്ച് കൊണ്ടാകും. ജാമോ ന്യൂട്ടെല്ലയോ എന്തെങ്കിലും ന്യൂട്ടെല്ല. പക്ഷെ വലിയ ബാക്കായിരുന്നു അവിടെ ഉള്ളത്. നമ്മുടെ താഴത്തെ ഒരു ഷോപ്പ് ഉണ്ട്, അവിടെ വലുത് ഉണ്ടായിരുന്നു. ചെറുത് വന്നിട്ടുണ്ട്, ഇപ്പൊ നമുക്ക് മേടിക്കാം. നമുക്ക് വാങ്ങാം. അതെ അതെ, വലുത് വാങ്ങിച്ച് പൊട്ടിച്ച് പിന്നെ അത് ഡ്രൈ ആയി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ അതൊരു കട്ടിയാവും. അതുകൊണ്ട് നമ്മളത് വാങ്ങിയില്ല കഴിഞ്ഞ പ്രാവശ്യം. എന്റെ സ്ഥിരം പരിപാടി അത് പുറത്ത് വെച്ചാൽ ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിട്ട് അത് കട്ടിയാവും. ഫ്രിഡ്ജിലല്ല പിയ വെക്കുന്നത്, ഫ്രീസറിലാണ്. ഫ്രീസറിൽ വെച്ചിട്ട് ഞാൻ ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കോരി തിന്നു. അതാണുള്ള പരിപാടി. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരുപാട് വലുതൊന്നും മേടിച്ച് വെക്കില്ല. അപ്പം നമുക്കൊരു ന്യൂട്രൽ എന്തെങ്കിലും മേടിക്കാം. അപ്പൊ ലഞ്ചിന് നമുക്ക് ചപ്പാത്തിയാണ് കേട്ടോ. ചപ്പാത്തി. ചേട്ടാ പറ, ദാല് വേണോ ഗ്രീൻ പീസ് വേണോ? ഗ്രീൻ പീസ്. അപ്പൊ ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയും ആണ് ആലോചിച്ചിട്ട് നീ തീരുമാനിച്ചോട്ടോ. ഗ്രീൻ പീസ് ആണെങ്കിലും ദാലാണെങ്കിലും ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഗ്രീൻ പീസ് ആണെങ്കിലും കുഴപ്പമില്ല. നമ്മളെല്ലാം എളുപ്പപ്പണികളാണല്ലോ കുക്കറിലിട്ടുള്ള പരിപാടി. ഞാൻ ഗ്രീൻ പീസ് എഴുതി ഓർ ദാലിടാം. ഓക്കെ. അപ്പൊ അന്നത്തെ നമ്മുടെ ഒരു രാവിലത്തെ മൂഡ് അനുസരിച്ച് നമുക്ക് ദാലോ ഗ്രീൻ പീസോ. നമ്മളുടെ എനിക്കൊരു പ്രശ്നമുണ്ട്. എനിക്ക് ഫുഡ് എല്ലാം കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. പക്ഷെ എന്റെ മൂഡ് അനുസരിച്ച് ഞാൻ കഴിക്കും. കാരണം ഇപ്പൊ എനിക്ക് രാത്രി ഫുഡ് കഴിക്കാൻ തോന്നില്ലെങ്കിൽ കഴിക്കൂല. അറിയാം. പക്ഷെ അങ്ങനെ പറ്റില്ല, കഴിച്ചേ പറ്റുള്ളൂ. വളരണ്ടേ? ഈ കുഞ്ഞ് വളരണ്ടേ? നീളമുണ്ട്. ശരി, വളർന്നു ഇരുന്നോ. അപ്പൊ ഓക്കെ. അപ്പൊ ഡിന്നറിന് നമുക്ക് എന്ത് ചെയ്യാം? ഡിന്നർ നമ്മൾ ഉച്ചയ്ക്ക് ചപ്പാത്തി ആയ സ്ഥിതിക്ക് രാത്രി എന്തെങ്കിലും റൈസ് കഴിക്കണമെന്ന് വല്ല കഞ്ഞിയും ചമ്മന്തി ആകാം. ഓക്കെ അല്ലേ? പപ്പടം ഭയങ്കര പപ്പടം ഈറ്റേഴ്സ് അല്ല, പക്ഷെ പിയക്ക് ഇഷ്ടമാണ് പപ്പടം അല്ലേ? അപ്പൊ പിയക്ക് പപ്പടം. കൊറേ പിള്ളേർ സ്നാക്സിന് പപ്പടം കൊണ്ടുവരും. അല്ല, ഒരു കൊച്ചു കൊണ്ടുവന്നു പവിത്ര. ആണോ? പക്ഷെ എനിക്ക് പപ്പടം വേണം. എനിക്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത് പപ്പടം. ശരി, അപ്പൊ പപ്പടം കൊടുത്തരാം. ഇനി ഓക്കെ ഫൈൻ. ഓക്കെ, നമുക്ക് അടുത്തയിലേക്ക് പോവാം. പപ്പടവട ആയിരിക്കും അത്. ശരിയാ, അതായിരിക്കും. ഓക്കെ. അടുത്ത തേഴ്സ്ഡേക്ക് നമ്മൾ എന്ത് ചെയ്യും ബ്രേക്ക്ഫാസ്റ്റിന്? തേഴ്സ്ഡേ നമുക്ക് ഉപ്പുമാവാക്കാം. ഉപ്പുമാവ്, പഴം ഓർ ചമ്മന്തി. പഴം കഴിക്കില്ലല്ലോ പിയ. അപ്പൊ പഴം നമുക്ക് എക്സ്ട്രാ മേടിക്കാം, നമുക്ക് ഉണ്ടാക്കണ്ടല്ലോ. അപ്പൊ ചമ്മന്തി. ഓക്കെ, ചമ്മന്തി, വെള്ള ചമ്മന്തി. പിന്നെ ലഞ്ചിനോ? ചോറും പാവയ്ക്ക ഫ്രൈ ഇഷ്ടമല്ലായിരുന്നോ? അപ്പൊ ഒരു പാവയ്ക്ക. അപ്പൊ നമുക്കൊരു പാവയ്ക്ക മെഴുക്ക് വരട്ടിയും ബാക്കി വെച്ചിട്ട് നമുക്ക് പിക്ക് പാവയ്ക്ക ഫ്രൈയും കൂടി കൊടുക്കാം അല്ലേ? കഴിഞ്ഞ ആഴ്ച അതെ, നമ്മൾ ആദ്യം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ആഴ്ച എന്താണ് ചെയ്തതെന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്യാൻ വേണ്ടിട്ട്. പക്ഷെ പാവയ്ക്ക
പാവയ്ക്ക നല്ലതാണല്ലോ. യെസ്, ഹെൽത്തിയാണ്. പിന്നെ അന്ന് എല്ലാം കഴിച്ചിട്ട് വന്നില്ലേ നമ്മുടെ മോള്? എല്ലാം കഴിച്ചു. ഞാൻ എന്റെ ഫ്രണ്ട്സ് ചോദിച്ചു ഒരെണ്ണം തരോ പ്ലീസ് ചോദിച്ചു. എന്റെ ഫ്രണ്ട് പവിത്രക്ക് എന്റെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരെണ്ണം ശ്രീഭദ്രക്ക് ഇഷ്ടമല്ലേ? ശ്രീഭദ്രക്കും ഇഷ്ടം, അവൾക്കും കൊടുത്തു. ഒരെണ്ണം ഞാൻ അവൾക്ക് കൊടുത്തിട്ട് അവൾ എന്നോട് തോന്നി ചലഞ്ച് ചെയ്യാ കയ്പ് നോ എക്സ്പ്രഷൻ അല്ലാണ്ട് കാണിക്കാൻ. അങ്ങനെ ഞാൻ 2-3 എടുത്ത് വായിലിട്ടിട്ടാണ് അത് തീർത്തത്. ചലഞ്ച് നിങ്ങൾ മുടങ്ങാണ്ട് ചെയ്യണം കേട്ടോ. അത് ചെയ്യണം, എല്ലാരും കൂടെ പിടിച്ചിട്ട് കുറച്ച് കൂടുതൽ തരാം ചലഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് കേട്ടോ. കുറച്ച് കൂടുതലല്ല, ലിസ്റ്റ് എടുക്കുകയാണ് കേട്ടോ. കുറെ ഫ്രണ്ട്സ് ഉണ്ട്. ശ്രീഭദ്ര, പിന്നെ ഞാൻ, മീര, മീര 7 എണ്ണം വെക്കണം. 7 പേർക്ക് ഒരെണ്ണം വെച്ചിട്ട്. ശരി, ഞാനുണ്ട്. ഓക്കെ. അപ്പം പിക്ക് പാവയ്ക്ക ഫ്രൈ, ചോറ് ആൻഡ് പുളിശ്ശേരി വേണോ രസം വേണോ? പുളിശ്ശേരി. ഓക്കെ. അപ്പൊ ചോറും പാവയ്ക്ക മെഴുക്കുവരട്ടി, നമുക്ക് പുളിശ്ശേരി. ഓക്കെ. പിന്നെ എന്തെങ്കിലും വേണോ കൂടെ? ഫിഷ് ഇരിപ്പുണ്ട് കേട്ടോ. ഫിഷ് ആണെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്യാം. അതൊക്കെ രാവിലത്തെ മാരിനേറ്റ് ചെയ്ത് ഞാൻ വെക്കാറുണ്ട് ഫിഷ്. പിന്നെ ചിക്കന്റെയും പീസസ്, ചിക്കൻ പിന്നെ അങ്ങനെ നമ്മള് പിയക്ക് വേണ്ടിട്ടായിരിക്കും യൂഷ്വലി എടുക്കുക. പപ്പടം വേണോ പിയക്ക്? പാവയ്ക്ക് പപ്പടം വേണോ ചമ്മന്തി വേണോ? എന്ത് വേണം? പപ്പടം തട്ടെ? പപ്പടം. അപ്പൊ പപ്പടം കൂടി വെക്കാം. ശരി. ഇനി ഡിന്നറിനോ? നമുക്ക് ദോശ ആക്കാം. ദോശയും ചമ്മന്തിയും. നമുക്ക് ടൊമാറ്റോ ചട്നി ആക്കാം. ടൊമാറ്റോ ചട്നി. ടൊമാറ്റോ ചട്നി ഒക്കെ എളുപ്പമാണ് കേട്ടോ, പെട്ടെന്ന് തീരും. ഞാൻ ഫ്രൈഡേ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ഫ്രൈഡേ നമ്മൾ എന്തായിരുന്നു? ഇഡലി സാമ്പാർ. നമ്മൾ മൺഡേ കഴിഞ്ഞ മൺഡേ ആണ് ഇഡ്ഡലി സാമ്പാർ ചെയ്തത്. അപ്പം ഫ്രൈഡേ എന്ത് ചെയ്യും? ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ഇഡ്ഡലി സാമ്പാർ മതിയോ? അത് മോക്ക് വേറെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞു കുഞ്ഞിന് എന്താ ഇഷ്ടം? ദോശ സാമ്പാർ മതിയോ? അപ്പൊ എഴുതട്ടെ, ദോശ സാമ്പാർ. ലഞ്ചിന് സാമ്പാറുണ്ട്. അപ്പൊ നമുക്ക് ലഞ്ചിന് ഒഴിക്കാൻ സാമ്പാർ മതി. പിന്നെന്താ വേണ്ടേ? പിന്നെന്താ വേണം? സാമ്പാർ, ചമ്മന്തി, വെണ്ടയ്ക്ക ഫ്രൈ. കോവയ്ക്കാണോ വേണ്ടേ? തീർച്ചയായും മേടിക്കണം. ഇഷ്ടമുള്ളൊരു കാര്യം പറഞ്ഞോ. എന്ത് പറഞ്ഞു? നമുക്ക് ഉണ്ടാക്കാനൊക്കെ ആവോ? എന്തുവാ? ഡിന്നറിന് മന്തി ആയിരിക്കും. ഡിന്നറിന് വേണ്ട. സാറ്റർഡേ അമ്മ ഉണ്ടാക്കി തരാം മന്തി. നമ്മളിവിടെ നിൽക്കുമ്പോ അപ്പൊ ചൂടോടെ കഴിക്കാലോ. അപ്പം അടുത്ത നമുക്ക് അപ്പൊ ഡിന്നറിന് നമുക്ക് ഡിന്നറിന് നമുക്കേ ഒരു സ്പെഷ്യൽ സാധനം അച്ഛനെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കാം. എന്താ? വീറ്റ് പൊറോട്ട. എന്റെ പൊന്നോ, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ വ്ളോഗ്സിൽ കണ്ടിട്ടുണ്ടാവും. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയ ദിവസം കുറച്ച് മാവ് അഡീഷണൽ ഉണ്ടായിരുന്നു, കുറച്ച് വെള്ളം കൂടി പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു 6-7 ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ട് ബാക്കി മാവ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ രാത്രി വരുമ്പോൾ എന്നോട് പറയുന്നത് ഇന്ന് രാത്രി. അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു രാത്രി ഫുഡ് വേണ്ട, കാരണം ഇവിടെ മാവൊക്കെ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു വരുമ്പോഴേ പറയുന്നുണ്ട് ഞാൻ നിനക്ക് ഇത് വീറ്റ് പൊറോട്ട ഉണ്ടാക്കി തരാമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ എന്താവോ അത്, ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. പക്ഷെ സൂപ്പർ വീറ്റ് പൊറോട്ട, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ അത്രയും ഓയിലിയോ അല്ല, ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു വീറ്റ് പൊറോട്ട. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പൊ അത് ചേട്ടൻ ഉണ്ടാക്കുമോ? നമ്മുടെ പ്രേക്ഷകർക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നില്ലേ ബിയ? പിന്നെ അതിൻ്റെ അത് തന്നെ മടക്കിയിട്ട് കുറച്ച് പഞ്ചസാരയും ഇച്ചിരി നെയ്യൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്വീറ്റ് പൊറോട്ട അല്ലേ? സ്വീറ്റ് പൊറോട്ട കഴിച്ചിട്ടുണ്ടായിരുന്നു. പിയക്ക് അത് ഇഷ്ടമായിരുന്നു. അപ്പം എനിക്കിപ്പോ തന്നെ വായിന്ന് വെള്ളം ഊരിട്ടാ എനിക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പൊ അതെ, അപ്പൊ ഇത്രയും നമ്മള് പുകഴ്ത്തി പറയുമ്പോഴത്തേക്ക് ഏത് ചേട്ടനാണ് ഉണ്ടാക്കാതിരിക്കുക അല്ലെ? അപ്പൊ നമുക്ക് വീറ്റ് പൊറോട്ട, പൊറോട്ടയല്ല പൊറോട്ട, അതാണ് നമ്മുടെ മറ്റേതല്ല ഇത്. ശരിക്കും നമ്മുടെ പൊറോട്ട ഇല്ലേ അതും വീറ്റ് പൊറോട്ടയും കടലക്കറി എടുക്കാം. കടലക്കറി മുമ്പ് ഒരു ദിവസം വെച്ച് കടലക്കറി, അത്രയും ദിവസത്തെ കടലക്കറി നമ്മള് കടലക്കറി വെച്ചിരിക്കുന്ന മണ്ടയാണ്. വീറ്റ് പൊറോട്ടയും പനീർ ബട്ടർ മസാലയോ? പനീർ ബട്ടർ മസാല വേണ്ട, വേറെന്തെങ്കിലും അവൾക്ക് ഇഷ്ടമാണെങ്കിൽ വെക്കാം നമുക്ക് പനീർ. പിന്നെ അന്ന് ഇത്തിരി കുഴപ്പമില്ല, പനീർ ബട്ടർ മസാല വെച്ചാലും കുഴപ്പമില്ല, കാരണം സാറ്റർഡേ സൺഡേ
ഹോളിഡേന്റെ ഒരു സന്തോഷത്തിൽ നമുക്ക് കുറച്ച് കൂടുതൽ കുക്ക് ചെയ്യാം. ശരി, അങ്ങനെ Friday സമാധാനമായിട്ട് കിടക്കാമല്ലോ. അങ്ങനെ അപ്പൊ അത്രേ ഉള്ളൂ, നമ്മുടെ പ്ലാനർ റെഡി, കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, 5 days. അതെ 5 days പ്ലാനർ ഇതാണ്. ഇപ്പൊ തല തിരിഞ്ഞായിരിക്കും കേട്ടാ കാണാം. അല്ല, അത് കുഴപ്പമില്ല, അത് അവിടെ ഒട്ടിക്കൂല്ലോ എന്തായാലും. അതെ, ഒട്ടിച്ചിട്ട് അതിന്റെയും കൂടെ ഒരു വിഷ്വൽ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ മൺഡേ, ട്യൂസ്ഡേ, വെൻസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ. അടുത്ത് നമ്മുടെ കുക്കിംഗ് വീഡിയോയിൽ നമ്മൾ കാണിക്കാം. അതെ, കുക്കിംഗ് വീഡിയോയിൽ ഇതൊക്കെ കാണുമല്ലോ, നമ്മൾ എന്തൊക്കെയാ പ്ലാൻ ചെയ്ത് അതൊക്കെ ചെയ്യും. പിന്നെ നമുക്ക് ഈ പറയുന്ന പോലെ മൺഡേ ചിലപ്പോൾ ഒരു രാവിലെ എന്തെങ്കിലും ഒരു മൂഡ് പ്രശ്നം, അല്ലെങ്കിൽ നമുക്ക് ഇന്നത് വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചെയ്യാം. അതായത് മൺഡേയിലെ സാധനം നമുക്ക് ട്യൂസ്ഡേ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ കടല വെള്ളത്തിലിടാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പിറ്റേ ദിവസം രാവിലെ ഇടിയപ്പം സ്റ്റൂ ആക്കും, എന്നിട്ട് പുട്ടും കടല അടുത്ത ദിവസമാവും. അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ചൊക്കെ നമുക്ക് ചെയ്യാനുള്ള എല്ലാ സ്വാതന്ത്ര്യം ഈ ഫുഡ് പ്ലാനറിലുണ്ട്. എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. പക്ഷെ വീറ്റ് പൊറോട്ട മാറ്റാൻ പറ്റില്ല. അത് ഫ്രൈഡേ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ചൊക്കെ ചെയ്യാം. പിന്നെ ഇതിലും ചിലപ്പോൾ അഡീഷണൽ എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പോൾ ഒരു ഗസ്റ്റ് വരാണ്, അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അപ്പോഴാണ് നമ്മുടെ മീൻ കറിയും സ്പെഷ്യൽ സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ ചിലപ്പോൾ മോളാണെങ്കിലും പറയുമ്പോൾ എനിക്ക് നാളെ ഇത് തരുമോ, അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു സാധനം ആയിരിക്കില്ല, അങ്ങനെയാണെങ്കിൽ എക്സ്ട്രാ ഒരു സംഭവം കൂടി നമ്മൾ ഉണ്ടാക്കും. അങ്ങനെ അപ്പൊ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഈ പ്ലാനർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയും തിരിച്ചൊക്കെ ചെയ്യാം. ഫൈനലി ഏറ്റവും ഈ പ്ലാൻ ചെയ്തതിന്റെ ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യം എന്താണ്? ടൈം സേവിങ് ആണ്. അതായത് രാവിലെ നമ്മള് അതെ കിച്ചണിൽ കയറിയിട്ട് എന്തുണ്ടാക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ടെൻഷന്റെ ഒരു ആവശ്യമില്ല. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചിലപ്പം കിളി പോവും. ചിലപ്പോൾ എല്ലാ സാധനങ്ങളും ഉണ്ടാവും എന്ന് വിചാരിക്കും, രാവിലെ എടുക്കുമ്പോഴായിരിക്കും ഇല്ല എന്നുള്ളത് മനസ്സിലാവും. അപ്പം ആ ഒരു പ്ലാനിങ് നമുക്ക് ടൈം സേവിങ് ആണ്, മണി സേവിങ് ആണ്. കാരണം ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വാങ്ങി കൂട്ടി നമ്മൾ ഫ്രിഡ്ജിലാണെങ്കിൽ ഇവിടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ വേസ്റ്റേജ്, ഇപ്പൊ നമുക്ക് ഒരുപാട് വേസ്റ്റേജ് കുറവില്ലേ? മണി സേവിങ് ആണ്, പിന്നെ എന്താ ടൈം സേവിങ് ആണ്, ഹെൽത്തി ഈറ്റിംഗ് ആണ്. കാരണം നമ്മൾ പുറത്തുനിന്ന് ഫുഡ് മേടിക്കുന്നത് വളരെ കുറവാണ്, പുറത്ത് പോയി കഴിക്കുന്നതും വളരെ കുറവാണ്. സാധാരണ നമ്മള് മറ്റേ ഇവിടെ അല്ല, നമ്മളിപ്പോ പുറത്തുനിന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് ഇപ്പൊ തൊട്ടടുത്തൊരു 5 സ്റ്റാർ തട്ടുകടയുണ്ട്, അവിടുന്ന് വല്ല ദോശയോ അല്ലെങ്കിൽ ചില സമയത്ത് സ്പെഷ്യൽ എല്ലാം വേണമെങ്കിൽ ഒരു പൊറോട്ട വല്ലോ അങ്ങനെ. അതായത് വളരെ ഇടയ്ക്ക് ഇങ്ങനെ പിയ പറയും എനിക്ക് അങ്ങനെ വേണം എന്ന് പറയും. പിന്നെ പിസ്സ ആണെങ്കിൽ ചില ദിവസം പറയും എനിക്ക് പിസ്സ വേണം എന്നൊക്കെ പറഞ്ഞു മന്ത്ലി വൺസ് ഒക്കെ വാങ്ങിച്ച് കൊടുക്കും കേട്ടോ. അതിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല, അതൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ചിലപ്പോൾ പറയും ഏതെങ്കിലും ഒരു മന്ത്ലി വൺസ് ഒരു ബർഗറോ അല്ലെങ്കിൽ ഒരു പിസ്സയോ ഒന്നും വാങ്ങിച്ചു കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കും. ഇപ്പം പിന്നെ നമ്മൾ പുറത്ത് പോകുമ്പോൾ വീക്കെൻഡ്സിലൊക്കെ പുറത്ത് പോകുമ്പോഴത്തേക്കും നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നത് അതൊന്നും കുഴപ്പമില്ല. പക്ഷെ അല്ലാണ്ട് സ്ഥിരമായിട്ട് ഇപ്പം നൈറ്റിൽ നമ്മൾ സ്വിഗ്ഗി ചെയ്യുക, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഉണ്ടാക്കാൻ മടി കാരണം നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യില്ല. അങ്ങനത്തെ സാധനങ്ങൾ വളരെ കഴിവതും ഒഴിവാക്കാറുണ്ട്. നമ്മുടെ ഹെൽത്തിനും അത് നല്ലതാണ്. പിന്നെ നമ്മൾ ആ ഒരു ശീലം ക്രിയേറ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുക്കിംഗ് ഇഷ്ടമുള്ള ഒരാളാണ്. കാരണം നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാക്കേണ്ട കാര്യമില്ല. മേ ബി ഇത് കാണുന്ന പലർക്കും നമുക്കിപ്പോൾ ഒരു 10 വെണ്ടയ്ക്ക ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു വെണ്ടയ്ക്ക മെഴുക്കുരട്ടിയായി. പക്ഷേ ചിലപ്പം 1 കിലോ വെണ്ടയ്ക്കൊക്കെ വെച്ചിട്ട് കറി ഉണ്ടാക്കേണ്ടവരുണ്ടാവും. കാരണം വീട്ടിൽ കുടുംബമായിട്ടോ ഒരുപാട് പേര് നിൽക്കുന്നെങ്കിൽ ചിലപ്പോൾ ഇത് അത്രയും പ്രാക്ടിക്കൽ ആയിരിക്കില്ല. പക്ഷെ എങ്കിൽ പോലും ഒരു ചെറിയൊരു ഫാമിലി, വർക്കിംഗ് ആയിട്ടുള്ള ഫാമിലി, അല്ലെങ്കിൽ രാവിലെ ഹസ്ബൻഡ് മക്കളൊക്കെ വിടണം എന്നുള്ളവർക്കൊക്കെ ആണെങ്കിൽ രാവിലെ എണീറ്റ് ചിന്തിക്കാണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫുഡ് പ്ലാനറാണിത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ടു എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. അപ്പം അത്രയല്ലേ ഉള്ളൂ. ഇനി പിയക്ക് കളിക്കാൻ പോകേണ്ട സമയമായി അല്ലേ? ഇനി പിടിച്ചിരുന്ന് പിയ വയലന്റ് ആവോ? ഇല്ല അല്ലേ? പിയ നല്ല I don't like it. I avoid it. But sometimes I get violent. സംഭവം കഴിഞ്ഞ മുന്നേ നമുക്ക് നിർത്താം, വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഇതിന്റെ ഒരു ഫൈനൽ ഒരു വിഷ്വലും കൂടി എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. പ്ലാൻ ചെയ്തിട്ട് നല്ലൊരു വീക്ക് ആവട്ടെ എല്ലാവർക്കും ആശംസിക്കുന്നു. അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവ് ആയിട്ടിരിക്കുക. ലൈഫ് ഈസ് Beautiful. Okay, bye. Bye bye.